ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള പെറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വീശി അടിക്കാതെ എങ്ങനെയാണ് ലെയേർഡ് പെറോട്ട ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ലക്ഷ്മി നായർ വ്ലോഗ്സിൽ എങ്ങനെയാണ് വീശി അടിക്കാതെ വളരെ എളുപ്പത്തിൽ പെറോട്ട തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാനിന്ന് പെറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന വളരെ ഈസി ആയിട്ടൊരു റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1/2 കിലോ മൈദയ്ക്ക് പകരം 1/2 കിലോ ഗോതമ്പ് എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മുട്ട ചേർക്കണം. ഞാനിപ്പോൾ ചെറിയ മുട്ട ആയതുകൊണ്ട് 1 മുട്ട ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ മുട്ടയാണെങ്കിൽ 1/2 മുട്ട ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട ചേർക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ മുട്ട ചേർത്തിട്ട് കുഴച്ചെടുത്താലും മഞ്ഞക്കരു വേറെ വെള്ളക്കരു വേറെ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരു 1/4 കപ്പ് വെള്ളമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാവിനനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ ആവശ്യം വരിക. അപ്പോൾ എന്തായാലും കുഴയ്ക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം കൂടി പോവില്ല. അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കുറച്ച് എണ്ണ കയ്യിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കുക. അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മണിക്കൂർ ഈ മാവൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റണം. ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഞാനിത് 8 ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് മൈദമാവ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് ചേർത്താൽ പെറോട്ടയ്ക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചപ്പാത്തി പോലെ തന്നെ ഓരോന്നും പരത്തിയെടുക്കണം. അപ്പം മാവിൽ മുക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. വേറെ പാടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഒരു ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പാത്രത്തിനകത്ത് കുറച്ച് മാവ് ഇങ്ങനെ വിതറിയതിന് ശേഷം വേണം നമ്മൾ ചപ്പാത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഒരു ചപ്പാത്തി വെച്ചതിന് ശേഷം മുകളിൽ നമുക്ക് എണ്ണ തടവി കൊടുക്കണം. എണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ വേണം തടവി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ അടുത്ത ചപ്പാത്തി വയ്ക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡുകളിലൊക്കെ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇളക്കിയെടുക്കാൻ നോക്കുമ്പോൾ ഇളകി വരില്ല, ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മാവ് വിതറി കൊടുക്കാം. മാവ് വിതറിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അടുത്ത ചപ്പാത്തി പരത്തിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം അടുത്ത ചപ്പാത്തി വെച്ചതിന് ശേഷം നേരത്തെ പോലെ തന്നെ എല്ലാ ഭാഗത്തും എണ്ണ പുരട്ടി കൊടുക്കുക. കുറച്ച് മാവ് വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിൽ അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ചപ്പാത്തിയും ചെയ്തെടുക്കുക. ഇപ്പം ലാസ്റ്റ് ചപ്പാത്തിയും വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലും നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. ലാസ്റ്റ് ചപ്പാത്തിയുടെ മുകളിൽ മാവ് വിതറണ്ട, എണ്ണ മാത്രം നന്നായിട്ട് പുരട്ടി കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് 1.5 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുറ്റിയെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതുപോലെ വലിച്ചൊന്ന് നീട്ടുക. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഇതുപോലെ വലിഞ്ഞു വരും, ഒരു പാടും ഇല്ല. വലിച്ച് നമ്മളിങ്ങനെ നീട്ടിയെടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. കുറച്ച് നീട്ടി വെച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാ വീശി അടിക്കുകയും വേണ്ട, നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വീശി അടിച്ചിട്ട് നമ്മൾ ചുറ്റിയെടുത്ത പോലെ തന്നെ ഉണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയും ചുറ്റിയെടുക്കാം. ഒരു പാടുമില്ല, നല്ല ഈസി ആയിട്ട് ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാം ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും എന്ത് പാടുള്ള പണിയാണെന്ന്. പക്ഷെ ഒരു പാടുമില്ല. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അത്ര പാടേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഈ മെത്തേഡിൽ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇത് സാധാരണ പൊറോട്ടയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പാട് ആ വീശി അടിച്ചിട്ട് ചുറ്റിയെടുക്കുന്നതിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കാണ് ഞാൻ തീ ഇട്ടേക്കുന്നത്. ഇനി താഴ്ഭാഗത്ത് ബ്രൗൺ കളർ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. താഴെ ഇതുപോലെ ആയി വരണം. ഇതുപോലെ 4-5 എണ്ണം ചുട്ടെടുക്കാം. 5 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ 5 എണ്ണം ചുട്ടെടുത്തിട്ട് നമ്മൾ ഉടനെ തന്നെ ഇത് കൈകൊണ്ട് അടിച്ചെടുക്കുക. എന്നാലേ ലെയറൊക്കെ വേർതിരിഞ്ഞു വരുള്ളൂ. ചൂടുള്ളപ്പോൾ തന്നെ ഇത് ചെയ്തെടുക്കണം. തണുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്താലും ഈ പൊറോട്ട പൊട്ടിപ്പോവും, അല്ലാതെ ലെയർ നന്നായിട്ട് തിരിഞ്ഞു വരില്ല. കണ്ട, ലെയറൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഇനി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തി പലകയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ലെയർ പൊറോട്ട ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കണ്ടു നോക്കുക. ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ പൊറോട്ട ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.